ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പരനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും തിരിച്ചറിയാണ് സച്ചിയുമായിട്ട് സ്ഥിരം പ്രശ്നം ഉണ്ടാകുന്ന പോലീസുകാരൻ അരുണിനെയാണ് തൻ്റെ സ്വന്തം അനുജത്തി ദേവു സ്നേഹിക്കുന്നതെന്നുള്ളത്. അമ്പലത്തിൽ വെച്ച് ദേവുവിനെയും അരുണിനെയും കൂടി ഒരുമിച്ച് കാണുന്ന സച്ചി പെട്ടെന്ന് ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് നമ്മുടെ ദേവുവിന് മനസ്സിലാവത്തില്ല. അപ്പോൾ ദേവു ചോദിക്കും, എന്താ രേവതി ചേച്ചി സച്ചിയേട്ടൻ ദേഷ്യപ്പെട്ട് പോയത്? ദേവു, ഇദ്ദേഹത്തെയാണോ നീ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു. അതെ, ഇതാണ് അരുണേട്ടൻ. അത് എന്താ ചേച്ചി കാര്യം? അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, സച്ചിയേട്ടനുമായിട്ട് സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്നൊരു പോലീസുകാരൻ്റെ കാര്യം. അദ്ദേഹമാണ് നീ സ്നേഹിക്കുന്ന അരുൺ എന്ന് പറയും. അയ്യോ എന്ന് പറയും. ഇനി ഇവിടെ നിന്നാൽ ശരിയാവാതെ, സച്ചിയേട്ടൻ ദേഷ്യപ്പെട്ടാൽ പോയേക്കുന്നത്, ഇത് ശരിയായി പോകത്തില്ല ദേവു എന്ന് പറഞ്ഞുകൊണ്ട് ദേവുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് അരുണിനൊന്നും പറയാനും പറ്റത്തില്ല. അരുണിൻ്റെ കയ്യിൽ നിന്ന് സ്വീറ്റ്സൊക്കെ അങ്ങ് താഴെ വീഴുകയാണ്. അതിനുശേഷം സച്ചി കാറ് കൊടുത്തുകൊണ്ട് നേരെ പോകുന്നത് നമ്മുടെ ദേവുവിൻ്റെ വീട്ടിലോട്ടാണ്. അവിടെ ചെന്നിട്ട് ശരത്തും ലക്ഷ്മിയമ്മയും ഉണ്ടായിരുന്നു. അവരോട് ദേവു ഇഷ്ടപ്പെടുന്ന അരുണിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അവനൊരു നല്ല പോലീസുകാരനല്ല, അവൻ കാക്കിയിട്ട് മൃഗത്തിൻ്റെ സ്വഭാവമാണ് അവൻ ഒരു കാര്യമില്ലാതാണ് അവൻ എന്നോട് അന്ന് വഴക്കിന് വന്നത്. ഞാൻ വണ്ടി നോ പാർക്കിംഗ് ഏരിയ വെച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനന്ന് അത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ അതിനുശേഷം ഓരോരോ പ്രശ്നങ്ങൾ അവൻ എന്നെ കാണുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അന്ന് എൻ്റെ കാറ് തന്നെ അവൻ പിടിച്ചുകൊണ്ട് പോയി. അവൻ ഒരിക്കലും ദേവുവിന് ചേർന്ന ഒരു പയ്യനല്ല. അവൾ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ, അവൾക്ക് ഇതിനെക്കാട്ടും നല്ല ആലോചന വരും. അവനെപ്പോലെ ഒരു മൃഗത്തിൻ്റെ കൂടെ അല്ല ദേവുവിനെ നമ്മൾ വിവാഹം കഴിപ്പിച്ച് വിടേണ്ടത്. അവൾക്ക് എത്ര നല്ല കല്യാണാലോചന വേണം, അത് ഞാൻ കൊണ്ടുതരും. നല്ല ബാങ്ക് ജോലിക്കാരെയും നല്ല ജോലിയുള്ളവരെ ഞാൻ കൊണ്ടുവരും. ഇവനെപ്പോലെ ഒരുത്തിന് ഒരു കാരണവശാലും നമ്മുടെ ദേവുവിന് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ പാടില്ല. ഞാനാണ് അമ്മയുടെ മൂത്ത മകനെന്നാണ് അമ്മ എപ്പോഴും പറയുന്നത്. ഞാൻ ഒരിക്കലും ദേവുവിന് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബന്ധം വേണ്ട, ദേവുവിനോട് പറഞ്ഞേരെ ആ സ്നേഹബന്ധം ഉപേക്ഷിച്ചേക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് സച്ചി പോവുകയാണ്. സച്ചിക്ക് ഒട്ടും ഈ ബന്ധം ഇഷ്ടമല്ലെന്നുള്ളത് ശരത്തിനും ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷമാണ് രേവതി ദേവുവിനെ കൂട്ടിക്കൊണ്ട് സ്കൂട്ടറിൽ അങ്ങോട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് ദേവുവിനെ ഓരോന്നും ചോദിച്ച് ദേവുവിനെ ലക്ഷ്മി അമ്മ അടിക്കുകയാണ്. നീ എന്താ കരുതിയത്? സച്ചിക്ക് ഇഷ്ടമില്ലാത്ത ഈ ബന്ധം ഒരു കാരണവശാലും നടക്കത്തില്ല. അമ്മയെ അത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ. എനിക്ക് അറിയത്തില്ലായിരുന്നു സച്ചിയേട്ടനോട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്ന പോലീസുകാരൻ അരുണേട്ടനാണെന്നുള്ള കാര്യം. എനിക്ക് അരുണേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ് അമ്മേ. അരുണേട്ടൻ എന്നോടും സച്ചിയേട്ടൻ പറയുന്ന കണക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നും അല്ല അരുണേട്ടൻ്റെത്. എന്തോ തെറ്റിദ്ധാരണ കൊണ്ടാണ് അങ്ങനെ അവർ തമ്മിലൊരു പിണക്കം ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട്. ദേവു അരുണിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ലക്ഷ്മിയമ്മ ദേവുവിനെ തല്ലിയാണ്. നീ എന്തറിഞ്ഞുകൊണ്ട് നിനക്ക് ഇറങ്ങി പുറപ്പെടുന്നത്? അവനെപ്പോലെ ഒരുത്തനെ നിനക്ക് വേണ്ട. സച്ചി പറയുന്നത് ശരിയായിരിക്കും. സച്ചി നിന്നെക്കാട്ടി ലോകപരിചയമുള്ളവന് അവനൊരു കാര്യം അന്വേഷിക്കാതെ അവൻ ഒന്നും പറയത്തില്ല. നിന്നെ സ്വന്തം അനിയത്തെ കണക്കാണ് അവൻ കാണുന്നത്. അതുപോലെ തന്നെ നിനക്ക് ദോഷം വരുന്ന ഒന്നും നടത്താൻ അവൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ബന്ധം നടക്കത്തില്ല ദേവു. ഒരു കാരണവശാലും ഈ കല്യാണ ആലോചന നടക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. ഈ ബന്ധം നീ അങ്ങ് ഉപേക്ഷിച്ചേക്കാൻ പറയും. അപ്പോൾ എനിക്ക് പറ്റത്തില്ല, അരുണേട്ടനെ മറക്കാൻ എനിക്ക് കഴിയത്തില്ലെന്നൊക്കെ പറഞ്ഞ് ദേവുവും കരയാണ്. ആ സമയത്ത് രേവതി ഓടി വന്ന് തടയുന്നുണ്ട്. അമ്മ അവളെ അടിക്കാതെ അമ്മേ, സച്ചിയേട്ടനും അരുണും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷേ എന്ന് സച്ചിയേട്ടൻ പറയുന്നത് എല്ലാം ശരിയാണെന്നൊന്നും അമ്മ കരുതരുത്. ദേവു അങ്ങനെ കൊള്ളാത്തൊരു പയ്യനെയൊന്നും ദേവു തിരഞ്ഞെടുക്കത്തില്ല. ഒരുപക്ഷെ അവൾക്കും അറിയത്തില്ലായിരിക്കും അരുണും സച്ചിയേട്ടനും പ്രശ്നം ഉണ്ടായിരുന്നുള്ള കാര്യം. ഇതിപ്പം സച്ചിയേട്ടനോട് അയാൾക്ക് ദേഷ്യമുണ്ട്, ശരിയാ. പക്ഷേ എന്ന് കയറി ദേവുവിനോട് അയാൾ കാണിക്കുന്ന സ്നേഹം കള്ളസ്നേഹമൊന്നും ആവണമെന്നില്ല. അയാൾക്ക് ദേവുവിനോട് ആത്മാർത്ഥമായ സ്നേഹമായിരിക്കും. അയാൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടല്ലേ നമ്മുടെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞത്. പിന്നെ സച്ചിയേട്ടൻ എന്തെങ്കിലും അയാൾ തമ്മിൽ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. ദേവുവിൻ്റെ ഇഷ്ടമല്ലയോ നമുക്ക് എന്തിനേക്കാൾ പ്രധാനമെന്ന് പറയും. അവളുടെ ഇഷ്ടത്തിനല്ല ഞാൻ മുൻഗണന കൊടുക്കുന്നത്, സച്ചിയുടെ ഇഷ്ടത്തിനാണ്. സച്ചിയാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് സച്ചിയാണ് നിൽക്കേണ്ടത്. ദേവുവിൻ്റെ കല്യാണത്തെക്കുറിച്ച് അവനും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അവൻ ഒന്നും കാണാതെ അവൻ അരുണിനെക്കുറിച്ച് അങ്ങനെയൊന്നും പറയത്തില്ല. അവൻ അന്വേഷിച്ചപ്പോൾ അവൻ മോശക്കാരനായിരിക്കും. അതുകൊണ്ടാണ് ഈ ബന്ധം വേണ്ടെന്ന് അവൻ പറഞ്ഞത്. അവൻ എന്ത് തീരുമാനിക്കുന്നു അത് മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ എന്ന് പറയും. ഉടനെ ദേവു പറയും, എനിക്ക് അരുണേട്ടനെ മറക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് കരയുവാണ്. അപ്പോഴത്തേക്ക് ലക്ഷ്മി അമ്മ പിന്നെയും തല്ലാൻ ചെല്ലുന്നുണ്ട്. ഞാൻ പറയുന്നത് നീ കേട്ടോണം, അല്ലെങ്കിൽ നീ എന്നെ ജീവനോടെ കാണത്തില്ലെന്ന് ദേവുവിനെ ലക്ഷ്മി അമ്മ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത്? ഉടനെ ശരത്തും പറയും, അമ്മ പറഞ്ഞത് ശരിയാ, സച്ചിയേട്ടനൊന്നും കാണാതെ അങ്ങനെയൊന്നും പറയത്തില്ല. ദേവു, നമുക്ക് ഈ ബന്ധം വേണ്ട. സച്ചിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്കനുസരിക്കാം. അച്ഛനില്ലാത്ത സ്ഥാനത്ത് ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് സച്ചിയേട്ടനാണ്. സച്ചിയേട്ടനെ എതിർത്തുകൊണ്ട് ഈ കല്യാണം നടത്താൻ ശ്രമിച്ചാൽ അത് ആർക്കും ഒട്ടും നല്ലതായിരിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും സച്ചിയാണ് ന്യായീകരിക്കുന്നത്. അപ്പം രേവതി പറയും, സച്ചിയേട്ടനെ ചെയ്യുന്നത് ശരിയായിരിക്കാം, പക്ഷേ ദേവുവിൻ്റെ കാര്യത്തിൽ അവളുടെ ഇഷ്ടത്തിന് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടത്. അവളുടെ വിവാഹത്തിന് അവൾക്കല്ലേ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അവൾ ഇഷ്ടപ്പെടുന്ന ആളെയല്ലേ നമ്മൾ കല്യാണം കഴിച്ച് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവുവിൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് രേവതി നിൽക്കുകയാണ്. സച്ചിയെ ന്യായീകരിച്ച് ലക്ഷ്മി അമ്മയും ശരത്തും. അപ്പോൾ ലക്ഷ്മി അമ്മയും ശരത്തും പറഞ്ഞത് സച്ചിക്ക് ഇഷ്ടമില്ലാതെ ഈ ബന്ധം നടക്കത്തില്ല.
ദേവുവിൻ്റെ ഇഷ്ടം നടക്കണമെന്ന് രേവതിയും പറയുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ വരികയാണ് രേവതി വന്നിട്ട് ചോദിക്കും, സച്ചേട്ടൻ എന്തിനാ എൻ്റെ വീട്ടിൽ പോയി വെറുതെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിൽക്കും? നിൻ്റെ വീടോ? ഇതുവരെ നീ അങ്ങനെയല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മളുടെ വീടെന്നല്ലയോ? നിൻ്റെ വീട് എൻ്റെ വീടെന്നൊരു വേർതിരിവുണ്ടോ? നിൻ്റെ അനുജത്തി, നിൻ്റെ അനിയൻ അങ്ങനെയുണ്ടോ? ഞാൻ ദേവുവിനെ ശരത്തിനെയൊക്കെ എൻ്റെ സ്വന്തം സഹോദരിയും കണക്ക് എൻ്റെ ശ്രീകാന്തിൻ്റെ സ്ഥാനത്താണ് ഞാൻ അവരെല്ലാം കാണുന്നത്. അതുപോലെ തന്നെ അവരും എന്നെ അതുപോലെ കാണുന്നത്. പക്ഷേ അവൻ ആ അരുണുമായിട്ടുള്ള കല്യാണാലോചന നടക്കുന്നു നീ കരുതണ്ട രേവതി എന്ന് പറയും. സച്ചിയേട്ടാ, ഇത് അവളുടെ കല്യാണ കാര്യമില്ലേ? അവളുടെ ഇഷ്ടമില്ലേ നമ്മൾ നോക്കേണ്ടത്? അങ്ങനെ പെൺകുട്ടികൾക്ക് ഓരോ പ്രായത്തിലും പലരോടും ഇഷ്ടം തോന്നും എന്ന് കരുതി മുന്നും പിന്നും ആലോചിക്കാതെ അവരങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മുതിർന്നവരായി നമ്മളത് അനുകൂലിക്കണമെന്നുണ്ടോ? അവനെക്കുറിച്ച് ഒട്ടും നല്ല അഭിപ്രായം എനിക്കില്ല. സച്ചിയേട്ടാ, അവനും സച്ചിയേട്ടനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും. പക്ഷേ അത് നമുക്ക് പറഞ്ഞ് പരിഹരിച്ചുകൊണ്ട് നിൽക്കും. അവനോട് ഞാൻ സംസാരിക്കാനോ? അവൻ ആവശ്യമില്ലാതെ രേവതി എന്നോട് പ്രശ്നത്തിന് വന്നത്. അവനൊരു പോലീസുകാരൻ. അവൻ ഓരോ കാരണം പറഞ്ഞ് ദേവുവിനെ ചിലപ്പം കയ്യേറ്റം ചെയ്യുക, ഇടിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ കണ്ടു നിൽക്കാൻ നിനക്ക് പറ്റുമോ? അങ്ങനൊന്നും ഇല്ല സച്ചിയേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചിയേട്ടനൊരു പ്രശ്നം ഉണ്ടാക്കാതാണോ അരുണും സച്ചിയേട്ടനോട് പ്രശ്നമായത്? സച്ചിയേട്ടൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കാണും, അല്ലാതെ അയാൾ അങ്ങനെ സച്ചിയേട്ടനെ വണ്ടി പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുണിന് അനുകൂലമായി സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചി രേവതി അടിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തിനാ കൈ ഉയർത്തിയത്? തല്ലാമായിരുന്നില്ലേ? ഇപ്പോൾ സച്ചിയേട്ടൻ പറഞ്ഞല്ലോ അരുണ് ദേവുവിനെ തല്ലുമെന്ന്. എനിക്ക് സച്ചിയേട്ടൻ ആദ്യം തുടങ്ങാൻ പറയും. രേവതി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്നെ ധിക്കരിച്ച് എൻ്റെ ഇഷ്ടമില്ലാതെ അരുണുമായിട്ടുള്ള കല്യാണം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ ഞാനൊന്നിനും ഉണ്ടാവുമെന്ന് നിങ്ങൾ കരുതണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെടുത്ത് ദേഷ്യപ്പെട്ട് സച്ചി അങ്ങ് പോവുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രേവതിക്ക് അങ്ങ് വിഷമമാവുകയാണ്. കാരണം ആരുടെ ഭാഗത്ത് നിൽക്കും? സ്വന്തം അനുജത്തിയുടെ ഇഷ്ടം നോക്കുമോ അതോ സച്ചിയുടെ ഇഷ്ടം നോക്കുമോ എന്നുള്ള രീതിയിൽ രേവതി വിഷമിച്ച് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും സച്ചി അരുണും തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചിട്ട് ദേവും അരുണുമായിട്ടുള്ള കല്യാണം നടത്തണമെന്നാണ് രേവതിയുടെ ആഗ്രഹം. പക്ഷേ സച്ചി ഒരു കാരണവശാലും അരുണുമായിട്ടൊരു ഒത്തുതീർപ്പിൽ പോകാൻ തയ്യാറാവത്തില്ല. ദേവുവിൻ്റെ സങ്കടം കാണാൻ രേവതിക്ക് കഴിയുമായിരുന്നില്ല. രേവതിക്ക് നല്ല വിഷമമുണ്ട് ദേവുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ. കല്യാണം പോലും വേണ്ടാന്ന് പറഞ്ഞു ദേവു അരുണിനെ കണ്ടതുകൊണ്ടാണ് അങ്ങനൊരു ഇഷ്ടം തോന്നിയത്, വിവാഹത്തിലൂടെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ സച്ചി എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് നടക്കത്തില്ല. അതിനുശേഷം വീട്ടിലിരിക്കുന്ന സമയത്ത് ദേവു ഇരുന്ന് കരയാണ്. ആ സമയത്ത് ലക്ഷ്മി അമ്മ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ മാല കിട്ടുവാണ്. അപ്പോഴത്തേക്ക് ദേവുവിന് ഫോൺ കോൾ വരുന്നുണ്ട്. അത് അരുണിൻ്റെ ആയിരുന്നു. പക്ഷേ ഫോൺ വന്നിട്ടും ദേവു എടുക്കാതെ ദേവു കോൾ അങ്ങ് കട്ട് ചെയ്ത് വിടുകയാണ്. ഇതൊക്കെ ലക്ഷ്മി അമ്മ ഇങ്ങനെ ഇരുന്ന് കാണുന്നുണ്ട്. ദേവുവിന് കരച്ചിന് വരുന്നുണ്ട്. അയാളുടെ ഫോൺ എടുത്തു പോകില്ലെന്ന് തന്നെയാണ് ലക്ഷ്മി അമ്മ പറഞ്ഞ് വിലക്കിയേക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നീ എന്നെ ജീവനോടെ കാണത്തില്ലെന്നൊരു പറച്ചിലും കൂടി ലക്ഷ്മിയമ്മ പറഞ്ഞേക്കുന്നത് കൊണ്ട് ദേവുവിന് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് ഫോൺ എടുക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അരുണ് കരുതുന്നുണ്ട് ഇതെന്താ ഇവള് ഫോൺ എടുക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇനി അങ്ങനെ ആ ഒരു സങ്കടത്തിൽ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അരുണിൻ്റെ അമ്മ ഒന്ന് നോക്കി, എന്ത് പറ്റി? അല്ല ദേവ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് പറയും. നീ ഒരു കാര്യം ചെയ്യുക, അവൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയി അവളെ ഒന്ന് കാണ് എന്ന് പറയും. അങ്ങനെ ദേവുവിനെ കാണാനായിട്ട് അരുണ് ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ദിവസം കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി സച്ചിയും അരുണും തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ചെങ്കിൽ മാത്രമേ സച്ചി മുൻകൈയെടുത്ത് അരുണും ദേവും തമ്മിലുള്ള വിവാഹം നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് രേവതിയാണോ സച്ചിയാണോ മുൻകൈ എടുക്കുന്നത്? അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളും ബാക്കി കഥയുമായി നാളെ കാണാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.